എന്നാലും എനിക്ക് മനസ്സിൽ പേടിയൊന്നുമില്ല. സാറിന് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സാറിന് പൈസയൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഒരു നടപടി ഇതുണ്ടായിട്ടില്ല. ഫെബ്രുവരി 16, 2022 നിയമിച്ച നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പ്രോസിക്യൂട്ടർ സർക്കാർ നിയമിച്ചിട്ട് ഇതുവരെ ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. ചെലവിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. ഇതിന്റെ ഇടയിൽ 2 വക്കീലന്മാര് സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിച്ചെങ്കിലും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളോ ഫീസോ നൽകിയില്ല എന്ന കാരണത്താൽ അവർ 2 പേരും അത് രാജിവെച്ച് പോകുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ മുക്കാലി ജംഗ്ഷൻ മൊത്തം ഈ പ്രതികളുടെ കസ്റ്റഡിയിലാണ്. അപ്പം ഈ 4 വർഷക്കാലം അപ്പോൾ അതിനോടൊപ്പം വേറെ സംഭവം എന്ന് ചിലപ്പോൾ മധു കൊല്ലപ്പെട്ട ശേഷം ഇവരെ സംബന്ധിച്ച് ഭയം എന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാൾ ഭയം എന്ന വാക്കിനേക്കാൾ അപ്പുറം ഭയമായിരുന്നു ഇവർക്ക്. ഈ 4 വർഷക്കാലം അവർ ഒറ്റപ്പെടലിൻ്റെ ഒരു ഭീകരത, നാട്ടുകാർ ഒറ്റപ്പെടുത്തി, ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ ഊരിലുള്ളവർ ഒറ്റപ്പെടുത്തി. ഈ സാക്ഷികളെല്ലാം തന്നെ ഈ മധുവിനെ തല്ലിക്കൊന്ന മുക്കാലി എന്ന പരിസരം ആ ടൗണിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവരാണ്. അല്ലെങ്കിൽ ആ ടൗണിൽ വന്നിട്ടാണ് ഉൾവനങ്ങളിലെ ഊരുകൾ താമസിക്കുന്ന ആദിവാസികളായ സാക്ഷികളെല്ലാം തന്നെ സാധനങ്ങൾ വാങ്ങുന്ന മുക്കാലി വന്നിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇവരെ കൊല്ലും, ഇവരും കൊല്ലപ്പെടും എന്നൊരു ഭീതിക്ക് ആഴം കൂട്ടി. പിന്നെ അതുപോലെ തന്നെ മുക്കാലി ജംഗ്ഷനിലെ ഈ പറയുന്ന ഭണ്ണാരക്കുറ്റി, മധുവിന് അവസാനമായി ചവിട്ടിയ ആ ഭണ്ണാരക്കുറ്റി, അത് കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഇവർ മുക്കാലിയിൽ കാല് തൊട്ടിട്ടില്ല. ഈ 16 പ്രതികളാണ് എന്നുള്ളതിൽ എല്ലാം വീഡിയോസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കീൽ കാണിച്ചു തന്നിട്ടുണ്ട്. കോടതിയിൽ പിടിച്ചെടുത്ത മൊബൈലാണ്. അതെ, അതായത് ഈ 16 പേരുടെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൊബൈലിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. വീഡിയോസ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ പുറത്ത് വന്നിട്ടില്ലേ? കുറെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടില്ലാത്തതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു? അത് ഞങ്ങൾ കണ്ടു. സർക്കാരും പോലീസൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാരും ഒപ്പമുണ്ട്. എന്നാലും ഞങ്ങളുടെ വക്കീലിന് ഫീസ് കൊടുക്കാത്ത ഒരു വിഷമം ഞങ്ങളുടെ മനസ്സിൽ എന്നും അലർട്ട് ആണ്. അത് സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വക്കീലിന് ഫീസ് കൊടുക്കണം. കേരളത്തെ ചിന്തിപ്പിച്ച, നമ്മെ ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു അട്ടപ്പാടിയിലെ 2018 നാട്ടിലെ ചില അധമന്മാർ കെട്ടിയിട്ട് തല്ലിക്കൊന്ന നമ്മുടെ മധുവിൻ്റെ സംഭവം. മധു നമ്മെ വിട്ടുപിരിഞ്ഞ് 4 വർഷത്തിലധികമായി. മധുവിന് നീതി തേടി ഇങ്ങ് കോഴിക്കോട് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്. മധുവിനൊപ്പം നീതിക്കൊപ്പം. മധുവിൻ്റെ അമ്മ മല്ലി ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ മധുവിൻ്റെ സഹോദരി സരസു. പിന്നെ എൻ്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ വ്യക്തിത്വം, മാസൻ ചേട്ടൻ. മാസൻ ചേട്ടൻ കഴിഞ്ഞ 5 മാസമായി അട്ടപ്പാടിയിൽ കുടുംബത്തിൻ്റെ കൂടെ മറ്റൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവർക്ക് താങ്ങും തണലുമായി. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ പെട്ടെന്ന് കേസ് തീർക്കേണ്ടതുള്ളത് കൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും മണ്ണാർക്കാട് കോടതിയിൽ കേസുണ്ട്. എല്ലാ ദിവസങ്ങളിലും മല്ലിച്ചേച്ചി പോകേണ്ടതില്ല എങ്കിലും ആ കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന ജിജ്ഞാസയും കോടതിയിൽ മല്ലിച്ചേച്ചി ഉണ്ടായാൽ കിട്ടുന്ന ഗുണവും ഒക്കെ പരിഗണിച്ച് ഏകദേശം 90% കേസിൻ്റെ ദിവസങ്ങളിലും ഇവരവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രോസിക്യൂട്ടർ അവരെ മാറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇടപെടാൻ കഴിഞ്ഞത് മാസൻ ചേട്ടൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കോടതിയിലുള്ള സാന്നിധ്യമായിരുന്നു. നമുക്ക് മല്ലിച്ചേച്ചിയിൽ കാര്യങ്ങൾ ചോദിക്കാം. 2018 അമ്മയുടെ മോൻ അമ്മയെ വിട്ട് പിരിയണത്. അമ്മ ഇപ്പോൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് കേസിൻ്റെ അവസ്ഥ? കേസിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരുവിധ തെളിവില്ലാതെ നടക്കുന്നുണ്ട്. അത് മാറ്റി നിർത്താൻ അങ്ങനെ ഒക്കെ നടന്നിട്ടുണ്ട്. അത് എൻ്റെയും മാസേട്ടനും അവർ എന്താ വിചാരണ ഇങ്ങനെ ആയി പോകുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെ മാറ്റി നിർത്തി. പിന്നെ പ്രോസിക്യൂട്ടറെ മാറ്റി എന്താ രാജേഷ് മേനോനെ വെച്ചു. രാജേന്ദ്രനെ എന്താ മാറ്റി രാജേഷ് മേനോനെ വെച്ചു. അതോടൊപ്പം നല്ല പുരോഗതിയിലാണ്. പുരോഗതിയിലാണ്. എന്നാലും എനിക്ക് മനസ്സിൽ പേടിയൊന്നുമില്ല. സാറിന് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സാറിന് പൈസയൊന്നും കൊടുക്കാത്തത് കൊണ്ട്. സാറിനെ എപ്പോഴാണ് നിയമിച്ചത് രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടറായിട്ട്? അമ്മ പറഞ്ഞിട്ടല്ലേ നിയമിച്ചത്? ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ എപ്പോഴാണ് നിയമിച്ചേ? അതായത് ഫെബ്രുവരി
ഫെബ്രുവരി 16-നാണ് നിയമിച്ചത്. രാജേന്ദ്രന്റെ മെയിൻ പ്രോസിക്യൂട്ടറും രാജേഷിനെ അഡീഷണൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നത്. മാസം ചേട്ടൻ ഇപ്പം കഴിഞ്ഞ 5 മാസമായിട്ട് അട്ടപ്പാടി താമസിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു പ്രോസിക്യൂട്ടറെ നിയമിച്ച കാര്യവും ഒരു 5-ന്റെ പൈസ സർക്കാർ കൊടുത്തില്ല എന്നുള്ളതും. എന്താ അങ്ങനെ വരാൻ കാരണം? സർക്കാരല്ലേ നിയമിച്ചത്? അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മാസത്തിന് മുമ്പ് ഏകദേശം അതുവരെ ചിലവായ 1,65,000 രൂപയുടെ ബില്ല് സഹിതം, അതായത് ബില്ല് മുഖാന്തരം ചിലവായ ഒരു ചെലവ് മാത്രം, ഫീസല്ല, ആ എക്സ്പെൻസിന്റെ കണക്ക് കളക്ടർക്ക് കൊടുത്തിട്ട് പോലും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫെബ്രുവരി 16, 2022 നിയമിച്ച, നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പ്രോസിക്യൂട്ടർ സർക്കാർ നിയമിച്ചിട്ട് ഇതുവരെ ഒരു 5-ന്റെ പൈസ കൊടുത്തിട്ടില്ല. ചെലവിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല. അത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജേഷിനൊപ്പം രാജേന്ദ്ര സാറിനൊപ്പം നിരന്തരം കൂടെ സഞ്ചരിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഈ 1,65,000 രൂപയുടെ ബില്ല് കൊടുക്കുമ്പോൾ എനിക്ക് തീർത്ത് പറയാൻ പറ്റിയ ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ അന്ന് ചിലവായിട്ടുണ്ട്. ഇന്ന് ഏകദേശം 4 ലക്ഷത്തിലധികം രൂപ ചിലവായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എന്നൊക്കെ പറയാം എത്രയാ 6,000, 7,000, 8,000 കോപ്പിയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്, ഫുൾ ഫയൽ എടുക്കണമല്ലോ. പിന്നെ പാലക്കാട് നിന്ന് പോയി വരാനുള്ള അദ്ദേഹത്തിനുള്ള യാത്ര ഇത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, അതായത് കോടതിക്കകത്തും പുറത്തുമാണെങ്കിലും ഒരു കേസ് നടക്കുമ്പോൾ ആ ട്രയൽ സമയത്ത് വക്കീലിന് സഹായികളില്ലാതെ പറ്റില്ല. അപ്പം ഇപ്പോൾ അദ്ദേഹത്തിന്റെ 2 ജൂനിയേഴ്സിനും അദ്ദേഹം കൂടെ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഭാഗം വക്കീൽ 6 പേരെ കണ്ടിട്ടുണ്ട്. അതെ, 6 പേര്. അപ്പം അതിനു വേണ്ടി നിൽക്കുന്ന ഒറ്റ പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം 2 ജൂനിയേഴ്സിനെ കൊടുക്കുന്നുണ്ട്. അവരുടെ എക്സ്പെൻസ് അടക്കം അദ്ദേഹമാണ് മീറ്റ് ചെയ്യുന്നത്. അതെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ മധുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഫീസിൻ്റെ കാര്യത്തിൽ മാത്രം സർക്കാർ ഇങ്ങനെ ഒരു കടുത്ത നിഷേധ നിലപാടെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പാർട്ടിക്കാർ പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം, അറിയില്ല. ഒരു രൂപ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാ അപ്പോൾ രാജേഷ് വക്കീൽ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ പ്രോസിക്യൂട്ടർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? അത് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെലവഴിക്കേണ്ടുന്ന പൈസയാണ് ഈ ചെലവാക്കേണ്ടത് 4 ലക്ഷം രൂപ. അത് ഈ മധുവിനോടും ഈ മധുവിന്റെ കുടുംബത്തോടും ഈ മധുവിന്റെ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതിബദ്ധത കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ അദ്ദേഹം വന്നതിന്റെ ശേഷമാണ് നമുക്ക് ഈ കേസ് നമുക്ക് അനുകൂലമായി തുടങ്ങി. അപ്പോൾ അതായത് രാജേന്ദ്രൻ വക്കീലും 3 പേരാണ് വിസ്തരിച്ചത്. ഈ 3 പേരും ഹോസ്റ്റലായെന്ന് മാത്രമല്ല, അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിസ്താരം വളരെ മോശമായിരുന്നു. ലീഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതുപോലെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ വിട്ടുകളയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയും. അതുപോലെ തന്നെ മലയാളം പോലും മര്യാദയ്ക്ക് അറിയാൻ പാടില്ലാത്ത സാക്ഷികളോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് ആദ്യത്തെ രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ. അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അത് ശരിയാവില്ല, അത് അദ്ദേഹം ട്രയലിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി നമുക്ക് കോടതിയിൽ കത്ത് കൊടുക്കുകയും ഹൈക്കോടതി സ്റ്റേ വാങ്ങുകയും സർക്കാരിനെ സമീപിച്ച് രാജേഷ് മേനോനെ വീണ്ടും പ്രോസിക്യൂട്ടർ. സർക്കാർ അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിൽ? അല്ല, അതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ മാറ്റാൻ വേണ്ടി രാജേന്ദ്രൻ വക്കീലിനെ മാറ്റാൻ വേണ്ടി കത്ത് കൊടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞത് മാറ്റുവാണെങ്കിൽ 2 പേരെയും മാറ്റും, നിങ്ങൾ പുതിയൊരാളെ കണ്ടെത്തണമെന്നാണ്. നമ്മൾ ആയിക്കോട്ടെ. അതായത് രാജേന്ദ്രൻ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു രാജേഷ് വക്കീൽ, ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ. മുൻപത്തെ പ്രോസിക്യൂട്ടർ അസിസ്റ്റന്റ് ആയിരുന്നു. അതെ. അപ്പം മാറ്റുവാണെങ്കിൽ 2 പേരെ മാറ്റും, 3-ാമതൊരാൾ നിങ്ങൾ കണ്ടെത്തിക്കോണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ തൽക്കാലം അതിനുവേണ്ടി തർക്കിക്കാനൊന്നും പോയില്ല. എന്തായാലും രാജേന്ദ്രൻ വക്കീലിനെ മാറ്റിയപ്പോൾ നമ്മൾ കർശനമായ നിലപാടെടുത്ത് രാജേഷ് മതിയെന്ന്. കാരണം അങ്ങനെ നിലപാടെടുക്കാണ്ടായ കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഡിസ്കഷനിലെല്ലാം ഞാൻ സാക്ഷിയാണ്, വലിയ സാക്ഷിയാണ്. മാത്രമല്ല ഈ കേസ് പഠിക്കാൻ തന്നെ ഏകദേശം 3 മാസത്തോളം വേണം. അതുകൊണ്ടാണ് ഫെബ്രുവരി നിയമിച്ചെങ്കിലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യും കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിലാണ് കണ്ടിന്യൂസ് ട്രയൽ തുടങ്ങുന്നത്. അത്രയും നാളെ ഇവർ ജൂൺ 29 ശേഷം ജൂൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നാളും ഇവർ ഇതിൻ്റെ കേസിൻ്റെ പരിസരങ്ങൾ പഠിക്കുകയും കേസിൻ്റെ ഫയൽ പഠിക്കുകയും. അപ്പോൾ പുതിയ ആൾ വന്നാൽ വീണ്ടും അതിൻ്റെ സമയം വേണം. അതെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാജേഷ് നല്ല മതി എന്ന് പറയുന്നത്. കാരണം അസിസ്റ്റന്റ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ എനിക്കൊരു സംശയം, രാജേന്ദ്രൻ വക്കീലിനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തതല്ലേ? കാരണം നിങ്ങൾക്ക് മുൻപ് എനിക്കൊന്ന് വാളയാർ അമ്മയുടെ കൂടെ നിന്നൊരു ഇതുണ്ട്. അതിൽ രാജേന്ദ്രൻ വക്കീൽ ആദ്യത്തെ പ്രോസിക്യൂട്ടർ നിങ്ങളെ സഹായിച്ചയാളല്ലേ? പിന്നെ അദ്ദേഹത്തിന് മാറ്റാനുള്ള സാഹചര്യം എന്താണ്? അതായത് രാജേന്ദ്രൻ വക്കീലിനെ ഇതിൽ പോസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, വാളയാർ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം CBI അന്വേഷണം നടന്ന കഥ നമുക്കറിയാം. അപ്പോൾ CBI അന്വേഷണത്തിലേക്ക് എത്തുന്നത് അതായത് ജൂൺ 2021 ജനുവരി 6-ാം തീയതിയാണ് പോക്സോ കോടതി വിധി ഹൈക്കോടതി റദ്ദ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. അതിനുശേഷം ജനുവരി 8-ാം തീയതി തന്നെ നമ്മൾ രാജേന്ദ്രൻ വക്കീലിന് വശം ഒരു വക്കാലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫർദർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ അവസാനം എന്നോണമാണ് CBI അന്വേഷണത്തിലേക്ക് ആ മാസം തന്നെ, ആ വർഷം മാർച്ച് 19 CBI അന്വേഷണം വരുന്നത്. അപ്പോൾ ആ ഒരു എഫിഷ്യൻസിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ട്രയൽ കോർട്ടും ഹൈക്കോർട്ടും രണ്ടും രണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ കോടതിയിൽ പോകുന്നില്ല. അപ്പോൾ ട്രയൽ കോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ്ട് ചില സിനിമയിലെ മറ്റേ കോടതി രംഗങ്ങളുടെ സെയിം ഡിറ്റോ ആണ് ട്രയൽ കോർട്ട്. അപ്പോൾ അവിടെ രാജേന്ദ്രൻ വക്കീലിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് വ്യക്തിബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല, കാരണം ഇഷ്യൂ ആണ്, നിലപാടാണ് നമുക്ക്. അങ്ങനെ അതുകൊണ്ടാണ് രാജേന്ദ്രൻ വക്കീലിനെ മാറ്റിയത്. അപ്പം അസിസ്റ്റന്റ് ആയിട്ടിരുന്ന രാജേഷിനെ നിങ്ങൾക്ക് നേരത്തെ അറിയിണ്ടായില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അതായത് രാജേന്ദ്രൻ, അതായത് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് രാജേന്ദ്രൻ വക്കീലിനെ നേരത്തെ അറിയുള്ളൂ. ഞാൻ മല്യമ്മയുടെ കുടുംബത്തെ ആദ്യമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ 2022 ജനുവരി മാസം 25-ാം തീയതി മണ്ണാർക്കാട് കോടതിയിൽ പ്രോസിക്യൂട്ടർ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പൊട്ടിത്തെറിച്ച് വാർത്തയായതിനു ശേഷം അതേ മാസം തന്നെ 29-നാണ് ഇവരാദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ഇവരെ കാണാൻ വേണ്ടി കാണാം, എന്താണ് സംഭവം എന്നറിയാം എന്നോർത്താണ് നമ്മളിങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് രാജേന്ദ്രൻ വക്കീൽ പറഞ്ഞു ഞാനും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നേരത്തെ ഈ കേസിൽ താല്പര്യപ്പെട്ടിട്ടുണ്ട്. മധുവിൻ്റെ കേസ് കിട്ടുവാണെങ്കിൽ തന്നാൽ നമ്മൾ വാദിച്ചോളാം എന്ന് എന്നോട് നേരത്തെ സൂചിപ്പിച്ചു. അതെ. അപ്പോൾ അങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ് രാജേഷിൻ്റെ വീട് പാലക്കാടാണ്. രാജേഷിന് രാജേന്ദ്രൻ വക്കീലോട്ട് ഏകദേശം ഒരു 20 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം രാജേഷിനോട് കൂട്ടുമായിരുന്നു. അങ്ങനെയാണ് അവർ മൂന്ന് വക്കീലും ഞാനും കൂടി ആദ്യമായിട്ട് ഇവരുടെ വീട്ടിൽ പോകുന്നത്. അന്നാണ് ജനുവരി 29-നാണ് ഞാൻ രാജേഷിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ പിന്നീട് കേസിൻ്റെ നടപടികളിൽ ഇതെടുക്കാനും മറ്റേ ഫയലെടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ സംസാരങ്ങളും ഡിസ്കഷനും എല്ലാം കേൾക്കുകയും അതിൽ രാജേഷിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ രാജേഷിനെ. ശരി, ഇപ്പം ഒരുപാട് ആളുകൾ, ഒരുപാട് സാക്ഷികൾ മൊഴിമാറ്റം നടത്തി. അവർ ഹോസ്റ്റലായി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത്. 10 പേരായി, 11 പേര് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേസിൻ്റെ സ്റ്റാറ്റസ് എന്തായി? നമുക്കത് പോസിറ്റീവാണോ? അതായത് ഈ മൊഴിമാറ്റത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ സംഭവം നടക്കുന്നത് 2018 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ്. പിന്നീട് ട്രെയിനിലേക്ക് എത്തുന്നത് ഈ പറയുന്ന 2022 ജൂൺ മാസം 8-ാം തീയതിയാണ്. ഇതിൻ്റെ ഇടയിൽ 2 വക്കീലന്മാർ സർക്കാർ പ്രോസിക്യൂട്ടറായി നിയമിച്ചെങ്കിലും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളോ ഫീസോ നൽകിയില്ല എന്ന കാരണത്താൽ അവർ 2 പേരും അത് രാജിവെച്ച് പോവുകയുണ്ടായി. അതിലാദ്യം വന്നത് അഡ്വക്കേറ്റ് ഗോപിനാഥ്, അദ്ദേഹം ഇതിൽ നിന്ന് സ്വയം പിന്മാറി. പിന്നീട് അഡ്വക്കേറ്റ് രഘുനാഥൻ പിന്മാറി. ആ സാഹചര്യത്തിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഈ 4 വർഷക്കാലം ഇതിൽ വേറെ സംഭവം, ഈ സാക്ഷികളെല്ലാം തന്നെ ഈ മധുവിനെ തല്ലിക്കൊന്ന മുക്കാലി എന്ന പരിസരം ആ ടൗണിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവരാണ്. അല്ലെങ്കിൽ ആ ടൗണിൽ വന്നിട്ടാണ് ഉൾവനങ്ങളിലെ ഊരുകൾ താമസിക്കുന്ന ആദിവാസികളായ സാക്ഷികളെല്ലാം തന്നെ സാധനങ്ങൾ വാങ്ങുന്ന മുക്കാലി വന്നിട്ടാണ്. മുക്കാലി ജംഗ്ഷനിലെ മുഴുവൻ കടകളും എന്ന് പറയുന്നത് പ്രതികളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വ്യാപാര സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ ഉൾവനങ്ങളിലേക്കൊക്കെ ജീപ്പിനും ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ജീപ്പ് ഡ്രൈവർമാരും പലരും ഈ കേസിൽ പ്രതികളുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ മുക്കാലി ജംഗ്ഷൻ മൊത്തം ഈ പ്രതികളുടെ കസ്റ്റഡിയിലാണ്. അപ്പം ഈ 4 വർഷക്കാലം അപ്പോൾ അതിനോടൊപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ മധു കൊല്ലപ്പെട്ട ശേഷം ഇവരെ സംബന്ധിച്ച് ഭയം എന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാൾ ഭയം എന്ന വാക്കിനേക്കാൾ അപ്പുറം ഭയമായിരുന്നു ഇവർക്ക്. ഈ 4 വർഷക്കാലം അവർ ഒറ്റപ്പെടലിൻ്റെ ഒരു ഭീകരത, നാട്ടുകാർ ഒറ്റപ്പെടുത്തി, ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ ഊരിലുള്ളവർ ഒറ്റപ്പെടുത്തി, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. മാത്രമല്ല ഇവർക്ക് ഒറ്റപ്പെടലിന് ഭീകരത മാത്രമല്ല, പ്രതികളെ ഇവർക്ക് ഭയമാണ്, പേടിയാണ്, ഞങ്ങളെയും കൊല്ലുമോ എന്നുള്ള പേടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ 2019-20 കാലഘട്ടത്തിലോ മറ്റോ സരസ് വീട്ടിൽ ഈ പറഞ്ഞ കുട്ടികൾക്ക് ചോറ് കൊടുത്തിരുന്ന സമയത്ത് വൈകിട്ട് 7 മണി സമയത്ത് ഇവരുടെ അടുത്ത ബന്ധുക്കൾ ചേർന്ന് താമസിക്കുന്ന ആ ഊരിലേക്ക് പുറത്തുനിന്ന് 2 പേര് വലിയ വടിയുമായിട്ട് വന്ന് ഇവളെ തല്ലാൻ വേണ്ടി പെരക്കകത്തേക്ക് പാഞ്ഞു കയറുന്ന രംഗമുണ്ടായി. അപ്പോൾ എന്നിട്ട് മുഖംമൂടിയൊക്കെ ധരിച്ചു എന്നിട്ട് ഈ പറയുന്ന എന്നിട്ട് ഇവിടെ പാവം കൊടുത്തോണ്ടിരുന്ന ചോറൊക്കെ വലിച്ചെറിഞ്ഞ് ആ കുട്ടികൾക്ക് എടുത്തുകൊണ്ട് കാറി ഓടുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇവരെ കൊല്ലും, ഇവരും കൊല്ലപ്പെടും എന്നൊരു ഭീതിക്ക് ആഴം കൂട്ടി. പിന്നെ അതുപോലെ തന്നെ മുക്കാലി ജംഗ്ഷനിലെ ഈ പറയുന്ന ഭണ്ണാരക്കുറ്റി, മധുവിന് അവസാനമായി ചവിട്ടിയ ആ ഭണ്ണാരക്കുറ്റി, അത് കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഇവർ മുക്കാലിയിൽ കാല് തൊട്ടിട്ടില്ല. പിന്നെയും ഇപ്പം ഞാൻ വന്നതിന് ശേഷമാണ് 1-2 ഘട്ടങ്ങളിൽ ഓരോ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ആ പ്രോഗ്രാം പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അറിഞ്ഞു ഈ ആദിവാസി സമൂഹത്തിൻ്റെ വലിയൊരു പ്രതിഷേധം കാണിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊന്നും ശ്രമിച്ചു. പലരും ഭയത്തോടെ ആണെങ്കിൽ അവസാനം വന്നപ്പോൾ മുക്കാലി മൊത്തം വിജനമായി, പെട്ടെന്ന് വണ്ടികളൊക്കെ പോയി, കടകളൊക്കെ അടച്ചു. അതെന്താ സംഭവം? അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18-നാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് അട്ടപ്പാടിക്ക് പുറത്ത് എല്ലാവരും വളരെ സജീവമാണ് മധുവിൻ്റെ വിഷയത്തിൽ. പക്ഷേ ആദിവാസി സമൂഹം നിസ്സംഗരാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഇവരൊന്നും അനങ്ങാതെ നിൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നവർക്ക് കേവലം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷേ അതിനപ്പുറം എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ അവിടെ താമസിക്കണം, അവരോടൊപ്പം താമസിക്കണം, ആ പ്രദേശത്ത് താമസിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്തുകൊണ്ടെന്ന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റും. അത് ഇവരുടെ ഭയമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇവർ തന്നെ ആദിവാസികൾ തന്നെ തനതായി വന്നിട്ട് അതിന് വേണ്ടി ഒരു അനുസ്മരണം സെപ്റ്റംബർ 18 നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അത് നമ്മളൊരു പോസ്റ്ററൊക്കെ അടിച്ച് നമ്മൾ അത് നന്നായിട്ട് പബ്ലിസിറ്റി കൊടുത്ത് നമ്മളത് ചെയ്തത്. പക്ഷേ അന്ന് ഏകദേശം 2.25 പേരോളം പങ്കെടുത്ത പരിപാടിയാണ്. അന്ന് ഏകദേശം ഒരു 2.25 പരിപാടി തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2 മണിയോട് കൂടി മുക്കാലിയിലെ മുഴുവൻ കടകളും അടയുകയാണ്, സർവവും. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ അവിടുത്തെ വാഹനങ്ങളെല്ലാം അത് ഓടിക്കുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ അതിൻ്റെ ഓണർമാർ കൊണ്ടുപോയി അവരുടെ വീടുകളിൽ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉൾവനങ്ങൾ ഊരെന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ ഏതാണ്ട് എല്ലാ ഊരുകളും 99% ഊരുകളും
മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടുള്ള റോഡിൽ നിന്നും ഏകദേശം 8, 10, 15 കിലോമീറ്റർ വരെ ഉൾവനത്തിലാണ്. ഉൾവനത്തിലേക്ക് ഒരു കഷ്ടി ഒരു ജീപ്പ് പോകാൻ പറ്റുന്ന ഒരു ചെറു വഴിയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഊരിൽ പോകണമെങ്കിൽ ജീപ്പിൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല. മാത്രമല്ല ഈ ചിണ്ടയ്ക്ക് ഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന മുക്കാലി ഭാഗത്തു നിന്നുള്ള ഉൾവനങ്ങളിലേക്കുള്ള ഊരുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സൈലൻറ്റ് വാലിയുടെ ഭാഗമാണ്. സൈലൻറ്റ് വാലിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് സിംഹം ഒഴികെ കടുവ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും അവിടെയുണ്ട്. ഞാൻ തന്നെ അവിടെ ഈ പറയുന്ന ആനപ്പണ്ടൊക്കെ കണ്ട രംഗങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന സമയം തെറ്റിയാലും പകലാണെങ്കിൽ പോലും ഇവർ നടന്നു പോവുക എന്നുള്ളത് ഒരാൾക്കും അത്ര സേഫ് അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മുഴുവൻ വണ്ടികളും മുക്കാലിൽ നിന്ന് മാറ്റുന്നത്, എല്ലാ വാഹനങ്ങളും മാറ്റി. ഇത് കോടതി പറഞ്ഞായിരുന്നു? പറഞ്ഞു, വല്യമ്മ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് തന്നെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഏകദേശം വൈകിട്ട് 6 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 5 മണി 6 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പച്ച വെള്ളം പോലും കുടിക്കാതെയാണ് അവിടെയാണ് എൻ്റെ കാരണം വെള്ളം പിന്നെ വെള്ളം കിട്ടണമെന്ന പച്ച വെള്ളം പോലും കുടിക്കാതെ യഥാർത്ഥത്തിൽ മുക്കാലിലെ ആളുകൾ ഇവരെ ഒരു ഊരുവിലക്കിൻ്റെ ഒരു സ്വഭാവത്തിൽ ഊരുവിലക്കിൻ്റെ അല്ലെങ്കിൽ ഇവരന്ന് വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്ന തീർത്തും മൃഗങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലേക്കാണ് അവർ ചിന്തിച്ചത്. ഇതിനിടയ്ക്ക് മറ്റൊരു വേർഷൻ പുറത്തേക്ക് വരുന്നത്, ഈ 16 പേര് മാത്രമല്ല പ്രതികൾ, പോലീസ് ഇതിൻ്റെ ഭാഗമാണ്. പോലീസും ഈ മധുവിനെ കാര്യമായി മർദ്ദിച്ചിട്ടുണ്ട്, പോലീസിനെ ഇതിൽ നമ്മൾ അറിയാതെ രക്ഷപ്പെടുത്തി പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു വാദം അവർക്ക് വ്യക്തമായ തെളിവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു നിജസ്ഥിതി, അതായത് ഞാൻ പറഞ്ഞു 2018 ഞാനില്ല, ഞാൻ എൻ്റെ രേഖകളും ബാക്കി പരിസരത്തുള്ള ആളുകളുടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിൽ നിന്നാണ് ഇവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലായി. 2018 ഫെബ്രുവരി 22-ാം തീയതി മധുവിനെ ഇവർ രാവിലെ 11 മണിക്കാണ് പിടിക്കുന്നത്. 11 മണിക്ക് പിടിക്കുമ്പം അത് അവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെ റിസർവ് ഫോറസ്റ്റിലുള്ള അജുമുടി എന്ന് പറയുന്ന മലയുടെ അടിവാരത്തെ ഗുഹയിൽ നിന്നാണ് പിടിക്കുന്നത്. 11 മണിക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് റിസർവ് ഫോറസ്റ്റിൽ ആൾക്കാർ കയറാൻ കയറിയ കേസാണ്. നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റിൽ എൻക്വയറി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. ഇവർക്കെതിരെ കേസുണ്ട് ഓൾറെഡി, ഇത് കൂടാതെ കേസുണ്ട്. അപ്പം അത് അറിഞ്ഞിട്ടും ഇവരെന്തിനാണ് മധുവിനെ പിടിക്കാൻ കൊടുക്കുന്നത്? ഇവർ പറയുന്നത് കള്ളനാണെന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ അഗടി സ്റ്റേഷനിൽ വിവരാവകാശം വെച്ചു. ആ വിവരാവകാശത്തിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഈ ഞാൻ കൊടുത്ത അപേക്ഷ 2000 മുതൽ 2018 മധു കൊല്ലപ്പെടുന്ന അന്ന് വരെയുള്ള കാലയളവിൽ അവനെതിരെ സ്റ്റേഷനിൽ വന്നിട്ടുള്ള മുഴുവൻ പരാതികളും അതിൻ്റെ മറ്റ് തുടർ നടപടികളെക്കുറിച്ചുള്ള വിശദാംശമാണ് ചോദിച്ചത്. കിട്ടിയത് ഒറ്റ മോഷണം നടന്നിട്ടുള്ളൂ പറയപ്പെടുന്നത്. അതായത് 2016 സെപ്റ്റംബർ മാസം 27-ാം തീയതി മുക്കാലി ജംഗ്ഷനിലുള്ള അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ നിന്നും 10,000 രൂപ കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ജാമ്യമില്ലാ വകുപ്പാണ്. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചൊരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണം. 6 മാസത്തിനുള്ളിൽ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അയാളെ പിടികിട്ടാപ്പള്ളിയായോ മറ്റേ എക്സോർവോ എന്തെങ്കിലും തുടർ നടപടികൾക്ക് നീങ്ങും. പക്ഷേ ഈ പറയുന്ന 2016 സെപ്റ്റംബർ മാസം 27 നടന്നെന്ന് പറയപ്പെടുന്ന ഈ പരാതി, ഈ സംഭവത്തിന്മേൽ കൊടുത്ത പരാതിന്മേൽ 2017 അവസാനിച്ചിട്ടും കോടതിയിലേക്ക് പോയില്ല. 2018 ജനുവരി മാസം 23-ാം തീയതിയാണ് ഈ പരാതി പോലീസ് കോടതിയിലേക്ക് എത്തുന്നത്. ആ ഡേറ്റ് പെശകാണ്. 1 മാസം കഴിയുന്നതിന് മുമ്പ് മധുവിനെ തല്ലിക്കൊല്ലുകയാണ് ഫെബ്രുവരി 22-ന്. അപ്പം ഇങ്ങനെ കള്ളനാണെന്ന് ആരോപിക്കുന്ന ഒരു പരാതി കോടതിയുടെ പരിഗണന ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് മധുവിനെ കള്ളൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒറ്റ പരാതി മാത്രമാണ് മോഷണം ആരോപിച്ച് മധുവിന്മേലുള്ളൂന്നിരിക്കെ ഈ കൊല്ലപ്പെടുന്ന ഫെബ്രുവരി മാസം 22-ന് പുറകോട്ടുള്ള ദിവസങ്ങൾ 21, 20, 19, 18, 17, 16, 14 വരെയുള്ള കാലയളവിൽ ഒരു മോഷണം പോലും നടന്നിട്ടില്ല. മധു മോഷ്ടിച്ചിട്ടില്ല, മധു പുറത്തിറങ്ങിയിട്ടില്ല, മധു മുക്കാലി കണ്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും മധു ആകെ പുറത്തിറങ്ങുന്നത് ക്ഷേത്രോത്സവത്തിന് മാത്രമാണ്. വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ അപ്പോൾ ആളോട് ചോദിക്കും അവൻ ഭക്ഷണം കഴിക്കണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഭക്ഷണം? നമ്മുടെ നൂഡിൽസ് ഒന്നും നല്ല ഒന്നാന്തരം കാട്ടിലെ നല്ല ശുദ്ധമായ വിഭവങ്ങൾ അവർക്കുണ്ട്. കിഴങ്ങുകളുണ്ട്, അങ്ങനെ ഒരുപാട് തേനുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരു മോഷണം നടക്കാത്ത സാഹചര്യത്തിൽ പ്രതികൾ എന്തുകൊണ്ട് അകത്ത് കയറി? അതൊന്ന്. കിട്ടിയ പാടെ മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അത് മലത്തിൽ കിടത്ത് ചവിട്ടിയെന്നൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത്. അവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം മധുവിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുക്കാലിയിലേക്ക്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കിറ്റിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ കിറ്റിലെ സാധനങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഏകദേശം 500-600. അതായത് മധു കട്ടു എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന ബാഗ്. അതെ. അപ്പോൾ അതിൽ പോലും 500-600 സാധനമുള്ളൂ. അതിനൊരു പരമാവധി ഒരു 4 അടിയും 10 തെറിക്കുള്ള. അല്ല, അതിൽ വേറൊരു വൈരുദ്ധ്യമുള്ളത്, വളരെ മുഷിഞ്ഞ വേഷമുള്ള മധു, ചളി ഒക്കെ ആയിട്ടുള്ളൊരു മധുവിൻ്റെ കയ്യിൽ വളരെ വൃത്തിയുള്ള വെള്ള ബാഗാണ്. അല്ല, കാരണം അത് സ്വാഭാവികമാണല്ലോ. കാരണം ഗുഹയിൽ ഈ പറയുന്ന ഗുഹയ്ക്കകത്ത് അഴുക്കും ചെളിയുള്ള സ്ഥലമാണ്. പക്ഷേ ബാഗ് നല്ലതാണ്. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കൃത്യമായ. അപ്പോൾ ഇവർ 11 മണിക്ക് മർദ്ദിച്ച് അവശനാക്കി 7 കിലോമീറ്റർ നടത്തി മുക്കാലി എത്തുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് ഏകദേശം 3:30. എന്നിട്ട് അവിടെ എത്തി ഇവൻ ആകെ അവശനായ അവസാന സീനിൽ അതും ഈ പറഞ്ഞ പോലെ അവിടെ മധുവിന് എത്തിയതിന് ശേഷമാണ് 1-ാം പ്രതിയായ ഹുസൈൻ, അവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള പാക്കളത്ത് കച്ചവടം ചെയ്യുന്ന മുക്കാലിൽ യാതൊരു വ്യാപാര ബന്ധങ്ങളും ഇല്ലാത്ത ഹുസൈൻ അവനോട് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഹുസൈൻ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നിട്ട് ഇറങ്ങുകയും ചവിട്ടുകയും
ചോദ്യമാണ്. ചോദ്യമൊന്നും അതൊക്കെ CCTV ഉണ്ട്. ചോദ്യങ്ങളൊന്നുമില്ല, ഇറങ്ങി ചവിട്ടി. അതോടുകൂടി തല പുറകെ പേടിച്ചിട്ട് ബ്രെയിൻ ഡാമേജ് വരുന്നുണ്ട്. ശരി, ഞാൻ വിഷയത്തിലേക്ക് വരാം. പോലീസ് എത്ര മണിക്കാണ് മധുവിനെ കൊണ്ടുപോകുന്നത്? 3:45 പോലീസ് അവിടെ നിൽക്കുന്നത്. അത് CCTV ഉണ്ടെന്നല്ലേ പറഞ്ഞു? ഉണ്ട്. അതെ, കാരണം ശ്രീരാഗ് ബേക്കറി നിർത്തുന്ന CCTV സമയമുണ്ട്. മറ്റേ പിന്നെ ഏകദേശം 4:15 കൂടി മറ്റേ മധുവൻ ആശുപത്രി എത്തുന്നുണ്ട്. അത് ആശുപത്രി രേഖയിലുണ്ട്. അരമണിക്കൂർ കൊണ്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. ഈ മുക്കാലിയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് എത്ര ദൂരം ഓടിക്കണം? 17 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ, എത്ര സമയം എടുക്കും? അരമണിക്കൂർ. 30-35 മിനിറ്റ്. അപ്പൊ ആ 30 മിനിറ്റിനെ എടുത്തിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ പോലീസ് മർദ്ദിച്ചു? മാത്രമല്ല 44 ഗുരുതരമായ പരിക്കുകൾ, 2 വാരിയിൽ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന വാഹനത്തിൽ 3 പോലീസുകാർ. കാരണം മധുവിനെ വിളിച്ചു പറയുന്നത് ആശുപത്രിയിൽ എത്തിക്കാനല്ല, കള്ളനെ പിടിച്ചിട്ടുണ്ടെന്നാണ് പോലീസിനോട് പറയുന്നത്. കള്ളനെ കൊണ്ടുപോകാനാണ് വരുന്നത്. അപ്പോൾ ആൾക്കൂട്ടം കള്ളനെ പിടിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കയറ്റി കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് SIയും മറ്റേ ഒരു ഡ്രൈവറും പിന്നെ ഒരു പോലീസുകാരും കൂടെ വരുന്നത്. 3 ക്യാബിനുള്ള വണ്ടിയാണ്. അതിൽ ഫ്രണ്ടിലത്തെ ക്യാബിൽ SIയും ഡ്രൈവറും ഇരിക്കുന്നു, സെക്കൻഡ് ക്യാബിൽ മറ്റേ പോലീസുകാരിരിക്കുന്നു, 3ാമത്തെ ക്യാബിൽ മധുവിനെ കയറ്റുന്നു. ഇതെല്ലാം CCTVയിലാണ്, ഇത് റെക്കോർഡിങ്ങിലാണ്. ശരി, നമുക്കറിയാം മാസം ചേട്ടൻ നമുക്ക് വൃത്തിയായിട്ട് ഈ വിഷയത്തിലെ കാര്യങ്ങൾ അറിയാം. കാരണം അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് ഈ തരത്തിലേക്ക് കേസിൻ്റെ ഗതി മാറ്റാൻ കഴിഞ്ഞത്. സരസു പറയട്ടെ, സരസു, പോലീസിൻ്റെ ഇതിലെ ഇൻവോൾവ്മെൻറ്റ് സരസു എങ്ങനെയാണ് കാണുന്നത്? സരസു ഒരു പഠിച്ച കുട്ടിയാണ്. ഈ കാര്യങ്ങളിലൊക്കെ സരസുവിന് അത്തരത്തിലുള്ള അവഗാഹം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ. മധുവിനെ തല്ലിക്കൊന്നതിൽ ഈ 16 പ്രതികളാണ് എന്നുള്ളതിൽ എല്ലാം വീഡിയോസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കീൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് കോടതിയിൽ പിടിച്ചെടുത്ത മൊബൈലാണ്. അതെ, അതായത് ഈ 16 പേരുടെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൊബൈലിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്? വീഡിയോസ് എല്ലാം ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ പുറത്ത് വന്നിട്ടില്ലേ? കുറെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടില്ലാത്തതും ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു? അത് ഞങ്ങൾ കണ്ടു. അപ്പൊ എല്ലാ തെളിവുകളും ഈ പ്രതികൾക്കെതിരെയാണ്. അതായത് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു തെളിവും ഞാൻ അതിൽ കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പോലീസിനെ പറയുക? മാസം ചേട്ടൻ പറയുന്നത് 3:45 പോലീസിന് കൈമാറിയതിന്റെ ശേഷം 4:15 ഉള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മധു. അവിടെ അതിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ സരസും വിശ്വസിക്കുന്നത്? അതെ, ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ബാക്കിയുള്ള സമയം മൊത്തം മധു പ്രതികളുടെ കയ്യിലായിരുന്നു. അതായത് രാവിലെ 11 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ, 11 മണി തുടങ്ങി 3 മണി വരെ, 4 മണിക്കൂറോളം, 3:30 വരെ, 4.5 മണിക്കൂർ. അതെ, അവരുടെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു എല്ലാ തെളിവുകളും അവിടെ കണ്ടതുകൊണ്ട് എനിക്ക് എന്തായാലും ഈ മർദ്ദിക്കുന്ന രംഗമൊക്കെ വീഡിയോയിലുണ്ടോ? മർദ്ദിക്കുന്ന രംഗം ഒരു പരിധിവരെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ കേസിൻ്റെ ഇപ്പം സരസു നോക്കിക്കാണുന്നത് നമ്മൾ പോകുന്നത് കറക്റ്റ് പാതയിലാണോ? സരസുവിന് ആത്മവിശ്വാസം ഉണ്ടോ? കോടതിയിൽ എന്താണ്? എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എൻ്റെ മധുവിന് നീതി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. സർക്കാരും പോലീസൊക്കെ ഒപ്പം ഉണ്ടോ? സർക്കാരും പോലീസൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ഒപ്പമുണ്ട്. എന്നാലും ഞങ്ങളുടെ വക്കീലിന് ഫീസ് കൊടുക്കാത്ത ഒരു വിഷമം ഞങ്ങളുടെ മനസ്സിൽ എന്നും അലട്ടുകയാണ്. അത് ഫെബ്രുവരി 16 നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, രാജേഷ് എസ് മേനോന്. അതിന് മുമ്പ് രാജേന്ദ്രന് പൈസ കൊടുത്തിരുന്നു. രാജേന്ദ്രൻ സാറ് പറഞ്ഞത് ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. ഞങ്ങൾ അതേക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും രാജേന്ദ്ര സാർ അങ്ങനെയാണ് പറഞ്ഞത്. അത് അവരുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ ചാനലുകാരുമായിട്ട് അവർ തിരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സാറിന് ഞാൻ പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ മധുവിന് നീതി കിട്ടണം എന്നുള്ള ആ ഇതിലാണ് ഞാൻ വന്നിട്ട്. രാജേഷ് മേനോൻ അല്ലേ? രാജേഷ് മേനോനും അതുപോലെ 2 ജൂനിയർ വക്കീലുമാർക്കും ഫെബ്രുവരി 16 അവരെ നിയമിച്ചതിന്റെ ശേഷം ഇതുവരെ ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല എന്നാണ് മാസം ചേട്ടൻ പറയുന്നത്. അങ്ങനെ തന്നെയാണോ? അല്ലേ? കൊടുത്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് സർക്കാരോട് സംസാരിച്ചിട്ടില്ലേ? സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാന്നല്ല, ബന്ധപ്പെട്ട ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? നമ്മൾ കൊടുത്തിട്ടുണ്ട് അപേക്ഷ എല്ലാം. നമ്മുടെ വക്കീലിന് ഫീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരെയും ഒന്നും നടപ്പായിട്ടില്ല. അവരെ ചെലവിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഒരു മാധ്യമമാണല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അതിന്റെ ആഭ്യന്തര സെക്രട്ടറി, അതല്ലെങ്കിൽ അതിന്റെ പ്രോസിക്യൂഷൻ DGP ഒക്കെയുള്ള ആളുകളുണ്ടല്ലോ. അവരോട് നിങ്ങൾക്ക് ഈ ക്യാമറക്ക് അഭിമുഖമായിട്ട് പറയും, എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞേ. സർക്കാരിന്റെ വക്കീലിന് പൈസ കൊടുക്കാത്തതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വക്കീല് ആത്മാർത്ഥമായി ഞങ്ങളുടെ കേസിൽ ഇത്രയും ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകിയേ പറ്റുള്ളൂ. സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ വക്കീലിന് ഫീസ് കൊടുക്കണം. എനിക്ക് ഇതേ ഉള്ളൂ.
സർക്കാരിന് വലിയ വലിയ കേസിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ വെച്ചിട്ടാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വക്കീലന്മാരെ വെക്കുന്നത്. മണിക്കൂറിന് 15 ലക്ഷവും ഒരു സിറ്റിങ്ങിന് 20 ലക്ഷമൊക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെ സരസു അറിയുന്നുണ്ടോ അങ്ങനെയുള്ള കേസുകളിലൊക്കെ സർക്കാർ വക്കീലന്മാരെ വെക്കുന്നത്? ഞാൻ ഇതുവരെ ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ഇതേക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് എന്നോട് പറയുമായിരുന്നു. അത്രയും സുപ്രീം കോടതിയിൽ നിന്ന് വരെ വക്കീലിനെ കൊണ്ടുവന്ന് ഇവിടെ വാദിക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് മധുവിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ചെയ്തു കൂടാ എന്ന് പല ആൾക്കാരും ഞങ്ങളോട് ചോദിക്കാറ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴും ഞാൻ പറയാണ് സർക്കാരിനോട് എൻ്റെ വക്കീലിന് ഫീസ് കൊടുക്കണം. എന്നാൽ അത്രയും ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ വക്കീൽ കോടതിയിൽ വാദിക്കുന്നത്. ഞാൻ എന്നും കാണാറുള്ളതാണ്, ഞാൻ എന്നും കോടതിയിൽ പോകാറുമുണ്ട്. കുടുംബം പ്രത്യേകമായി അപേക്ഷിച്ച് അവർ നിർദ്ദേശിച്ച വക്കീലാണ് രാജേഷ് മേനോൻ. അദ്ദേഹത്തിൻ്റെ 2 ജൂനിയർമാരെയും അദ്ദേഹം കൂടെ വെച്ചിരിക്കുന്നു. ഫെബ്രുവരി 16, 2022 നിയമിച്ചിട്ട് ഇന്നീ ദിവസം വരെ ഒരു 5 പൈസ കൊടുത്തില്ല എന്ന് പറയുന്നത് നാണമാവില്ലേ സർക്കാരിന്? എങ്ങനെയാണിത് നമുക്ക് സാധിക്കുന്നത്? ഓരോ കേസിനും 15 ലക്ഷവും 20 ലക്ഷവും ഒരു സിറ്റിങ്ങിന് കൊടുക്കുന്ന വക്കീലന്മാരെയാണ് അങ്ങ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സർക്കാർ ഓരോ വിഷയങ്ങൾക്ക് ഇടുന്നത്. അതും ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക്. ഇത്രയും ന്യായമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു പൈസ കൊടുത്തില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ്. ഇത് കേരള സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. ആ വക്കീലിൻ്റെ പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ സമചിത്തതയും അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും ആത്മാർത്ഥതയും ഇല്ലായിരുന്നുവെങ്കിൽ, ഒപ്പം ഈ സഹായിക്കാൻ മാസം ചേട്ടനെ പോലെയുള്ള ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാജേഷ് വക്കീൽ തന്നെ ഇട്ടെറിഞ്ഞ് പോയേനെ. അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം കൊണ്ട് മാത്രമാണ് കേസ് ഇപ്പോഴെങ്കിലും പോസിറ്റീവായി നീങ്ങുന്നു എന്ന് വിചാരിക്കുന്നത്, ഇവർ പ്രതീക്ഷിക്കുന്നത്. 5 പൈസ കൊടുക്കാതെ, ചെലവിന് പോലും കൊടുക്കാതെ എങ്ങനെയാണ് ഇത് വാദിക്കുക? എന്ന് പറഞ്ഞാൽ ഈ വക്കീൽ ഇട്ടേച്ച് പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് വക്കീൽ അങ്ങനെ ഇട്ടേച്ച് പോകണം സർക്കാർ ആഗ്രഹിക്കുന്നത്? ഇവരും നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളല്ലേ സുഹൃത്തുക്കളെ? ഇത് എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധികളാണ് ഇവർ. ഇവർക്കും നമ്മളെക്കാളും ഒരു പടി മുന്നിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സരസു പറഞ്ഞ നിങ്ങൾ കേട്ടതാണ്, എൻ്റെ വക്കീലിന് പൈസ കൊടുക്കാറില്ല, CCTVയും മൊബൈൽ തെളിവുകളും എല്ലാം ഉണ്ട്, വളരെ കൃത്യമായി കേസ് പുരോഗമിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന്. എന്നാൽ ഇത് നാളെ എങ്ങോട്ട് പോകുമെന്ന ആശങ്ക ഇവർക്കുണ്ട്. കാരണം വക്കീലിന് ചെലവിൻ്റെ പൈസ പോലും കൊടുക്കാതെയുള്ളൊരവസ്ഥയാണ് ഉള്ളത്. ഇത് സർക്കാർ കാര്യമായി പരിഗണിക്കേണ്ടതാണ്. കേരള സമൂഹം ഇവരെ കൂടെ നിൽക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചറിയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ നിർത്തുകയാണ്. നമുക്ക് മധുവിനൊപ്പം, മധുവിൻ്റെ കുടുംബത്തിനൊപ്പം നീതി കിട്ടുന്നതുവരെ നമുക്ക് കൂടെ നിന്നേ പറ്റൂ. നീതി കിട്ടിയേ നമ്മൾ മടങ്ങൂ എന്ന തീരുമാനത്തിനൊപ്പം കോഴിക്കോട് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് കൂടിച്ചേരാൻ വരുന്നവർക്കെല്ലാം കൂടിച്ചേരാം. ഇത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നമ്മൾ മനുഷ്യരൊന്നിക്കുകയാണ്. മധുവിന് മാത്രമല്ല, മധുവിൻ്റെ അമ്മയുടെ മല്ലുചേച്ചിയുടെ ചേച്ചിയുടെ അല്ലേ, മല്ലുചേച്ചിയുടെ ചേച്ചിയുടെ മകൻ മുരുകൻ 4 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ആത്മഹത്യ എന്ന് പറഞ്ഞ് ഫയൽ മൂടിയിട്ടിരിക്കുകയാണ്. മുരുകൻ്റെ ഭാര്യ സിന്ധുവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. സിന്ധുവും കോഴിക്കോട് കൂട്ടായ്മയിൽ വന്നിരുന്നു. ഈ മുരുകനെ കൊല്ലപ്പെട്ടതാണോ അത് ആത്മഹത്യയാണോ എന്ന ചിന്തയും ഞങ്ങളെ അലട്ടുന്നുണ്ട്. അതിലേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മാസം ചേട്ടൻ അതിനും അർപ്പണബോധത്തോടെ അവിടെ നിൽക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കേരളീയ സമൂഹം ഇത് ഒരു ചൂണ്ടുപലകയായി കാണണം. ഇനി മധുമാർ ആവർത്തിക്കരുത്. ഇത്രയും മധുമാർ ഒരുപാട് 140 പേരാണ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധി എനിക്കും നിങ്ങൾക്കും ഉണ്ടായേ തീരൂ. എൻ്റെയും നിങ്ങളുടെയും മൗനമാണ്, എൻ്റെയും നിങ്ങളുടെയും നിസ്സംഗതയാണ് ഇതിവിടെ എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കൂടി നിൽക്കുക, നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരട്ടെ, മൗനം വെടിയുക എന്ന് പറഞ്ഞുകൊണ്ട് മധുവിനൊപ്പം നീതിക്കൊപ്പം. താങ്ക് യു.